നമസ്കാരം. ഭാരതത്തിന്റെ സൈനിക കരുത്ത് ലോകമെമ്പാടും ചർച്ചയാകുന്ന ഈ കാലഘട്ടത്തിൽ മറ്റൊരു നിർണായക നീക്കത്തിനു കൂടി ഇന്ത്യൻ പ്രതിരോധ സേന തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനടുത്തുള്ള തന്ത്രപ്രധാനമായ ദ്വീപ് രാഷ്ട്രമായ സീഷെൽസിൽ ലാമിറ്റിയെ 2026 സംയുക്ത സൈനികാഭ്യാസം ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ ലാമിറ്റിയെ സൈനികാഭ്യാസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? എന്തുകൊണ്ടാണ് ഇന്ത്യ സീഷെൽസിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ലാമിറ്റിയെ എന്ന വാക്കിൻ്റെ അർത്ഥം ക്രയോൾ ഭാഷയിൽ സൗഹൃദം എന്നാണ്. 2001 മുതലാണ് ഇന്ത്യയും സീഷെൽസും തമ്മിലുള്ള ഈ സൈനിക സഹകരണം ആരംഭിച്ചത്. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ പരിശീലനം 12ാമത്തെ എഡിഷനിലേക്ക് എത്തി നിൽക്കുകയാണ്. സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പരസ്പര ധാരണ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ അഭ്യാസം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ സമുദ്രമേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സീഷെൽസ് പോലുള്ള രാജ്യങ്ങളുമായുള്ള സൈനിക ബന്ധം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതാണ്. ഇത്തവണത്തെ ലാമിറ്റിയെ 2026 ചരിത്രപരമായ ഒന്നായി മാറുന്നത് ഇതിൻ്റെ പങ്കാളിത്തം കൊണ്ടാണ്. മുൻപ് കരസേനകൾ മാത്രം പങ്കെടുത്തിരുന്ന ഈ അഭ്യാസത്തിൽ ആദ്യമായി ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങളും, അതായത് ആർമി, നേവി, എയർഫോഴ്സ് എന്നിവർ സംയുക്തമായി പങ്കെടുക്കുകയാണ്. കരസേനയുടെ പ്രത്യേക കമാൻഡോ യൂണിറ്റുകളും ഇൻഫൻട്രി വിഭാഗവും കാടുകളിലെ പോരാട്ടത്തിലും നഗരപ്രദേശങ്ങളിലെ ഭീകരവാദ വിരുദ്ധ നീക്കങ്ങളിലും പരിശീലനം നടത്തുന്നുണ്ട്. നാവികസേന കടൽക്കൊള്ള തടയുന്നതിനും സമുദ്ര അതിർത്തികൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള അത്യാധുനിക സർവേലൻസ് സംവിധാനങ്ങൾ നേവി പ്രദർശിപ്പിക്കുന്നു. വ്യോമസേന തന്ത്രപരമായ നീക്കങ്ങൾക്കും സൈനികരെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനുമുള്ള വ്യോമ കരുത്ത് ഇത്തവണ പരീക്ഷിക്കപ്പെടുന്നു. ഏകദേശം 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിശീലനത്തിൽ സങ്കീർണമായ പല സൈനിക ഓപ്പറേഷനുകളും ഇരു രാജ്യങ്ങളും ചേർന്ന് ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ കൊച്ചു രാജ്യത്തിന് ഇത്രയധികം മുൻഗണന നൽകുന്നത്? ഉത്തരം ലളിതമാണ്: ഭൂമിശാസ്ത്രപരമായ സ്ഥാനം. ഇന്ത്യൻ സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സീഷെൽസ് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വ്യാപാര പാതകളുടെ കാവൽക്കാരാണ്. മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കാനും സാഗർ എന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയം നടപ്പിലാക്കാനും ഇത്തരം സൈനികാഭ്യാസങ്ങൾ സഹായിക്കുന്നുണ്ട്. കൂടാതെ സീഷെൽസ് പ്രതിരോധ സേനയുടെ പരിശീലനത്തിലും ആയുധങ്ങൾ നൽകുന്നതിലും ഇന്ത്യ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ലാമിറ്റിയെ 2026 വെറുമൊരു പരിശീലനമല്ല, അത് ആഫ്രിക്കൻ മേഖലയിൽ ഇന്ത്യ നടത്തുന്ന തന്ത്രപരമായ മുന്നേറ്റത്തിൻ്റെ അടയാളമാണ്. 3 സേനാ വിഭാഗങ്ങളെയും ഒരേപോലെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യ തങ്ങളുടെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.